ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തൊട്ടതെല്ലാം പൊന്നാക്കിയ നോട്ട് ഗോൾഡ് ഡയമണ്ട് തൊട്ടതെല്ലാം ഡയമണ്ട് ആക്കിയ മലയാളികളുടെ യുവത്വത്തിന്റെ പ്രതീകം സൂപ്പർ സ്റ്റാർ ഉണ്ണിരാജ്. വെൽക്കം സാർ പുതിയ എപ്പിസോഡിലേക്ക്. സർ, ഇന്ന് താങ്കളോട് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ന്യൂ പടം അല്ല സർ, പിന്നെതാ അത് ഹിറ്റായ പടമുണ്ട്, അതിനെ കുറിച്ചല്ല സർ ഇന്ന് നമ്മൾ ചോദിക്കുന്നത്. പിന്നെ പുതിയൊരു ഏറ്റവും പുതിയതായിട്ട് നടന്നൊരു സംഭവത്തെ പറ്റിയാണ്. അതൊന്നും ഇവിടെ പറയണ്ട. എന്താണ് പറ? അതായത് താങ്കൾ പുതിയതായി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നു. പഴയ രാഷ്ട്രീയ പാർട്ടി വിടാനുണ്ടായ കാരണം എന്താണ്? മണ്ടന്മാരെ കൂടെ നിൽക്കാനൊക്കെ പറ്റൂല. അതുകൊണ്ട് ഞാൻ പുതിയ പാർട്ടിയിലേക്ക് വന്നു. അത് എൻ്റെതായ ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, അത് പ്രചരിപ്പിക്കാൻ എനിക്ക് കോൺഫിഡൻ്റ് ആയ പാർട്ടി വേണ്ടേ. അതായത് താങ്കൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? പിന്നെന്തിനാണ് ഇവിടെ ഞാൻ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ തന്നെയാണ് പാർട്ടിയിലേക്ക് വന്നത്. പിന്നെ വെറുതെ ആണോ? നോക്കി നിൽക്കാനാണോ? ഞാൻ മത്സരിക്കും. അപ്പോ ഞാൻ മറ്റൊരു ചോദ്യം ചോദിച്ചോട്ടെ ഉണ്ണി സാർ. എന്താണ്? താങ്കൾ രാജ്യസേവനത്തിനായി ഇറങ്ങുന്നു. താങ്കളുടെ പാർട്ടി അതിനെ പാടെ അവഗണിച്ച് താങ്കൾക്ക് മത്സരത്തിൽ സീറ്റ് തന്നില്ലെങ്കിലും ഞാൻ പുതിയ പാർട്ടി ഉണ്ടാക്കും. ഞാൻ മത്സരിക്കും. എല്ലാ നിയോജക മണ്ഡലത്തിലും ഞാൻ മത്സരിക്കും. ഞാൻ ഏറ്റവും ടോപ്പ് പ്രധാനമന്ത്രി വരെ ആവും. അതിനുള്ള കഴിവെനിക്ക്, കോൺഫിഡൻസ്. മനസ്സിലായോ? തീർച്ചയായിട്ടും താങ്കളുടെ ആ പുതിയ തീരുമാനത്തിന് നമ്മുടെ ടച്ചിങ്സ് മീഡിയയുടെയും പ്രേക്ഷകരുടെയും എല്ലാവിധ ആശംസകളും നേരുകയാണ്. സർ, ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവം ചോദിച്ചോളട്ടെ. അതായത് താങ്കൾ ഒരു സ്കൂളിൽ ചെല്ലുകയും അവിടുത്തെ കുട്ടികളുടെ മുമ്പിൽ തുണി പൊക്കി കാണിക്കുകയും പിന്നെ അവരെ അസഭ്യം പറയുകയും ചെയ്തു എന്നൊക്കെ ഒരു സംഭവം ഉണ്ടായല്ലോ. എന്താണ് അതിനെപ്പറ്റി? ആ സ്കൂളിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ പ്രസംഗം കേട്ട് അവർ ആഹ്ലാദത്തിൽ എന്നോട് പറഞ്ഞു, സിനിമയിൽ ഏതെങ്കിലും രംഗം ഒന്ന് കാണിക്കാൻ പറഞ്ഞു. ഞാൻ അഭിനയിച്ചൊരു സിനിമയിൽ ഒരു രംഗം കാണിച്ചു. ഞാൻ അഭിനയിച്ച എല്ലാ സിനിമയിലും ഞാൻ മുണ്ടൂരും നല്ല കുളിച്ച തെറിയാൻ കൂട്ടി പറയും. ഇത് ഞാൻ കാണിച്ചു, ഇനിയും കാണിക്കും, ലോകം മൊത്തം കാണിക്കും. ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെന്താ തെറ്റ്? അവർ പറയുന്നു, ഞാൻ ചെയ്യുന്നു. പക്ഷേ കുട്ടികളുടെ മുമ്പിൽ തുണി പൊക്കി കാണിക്കുന്നത് അത്ര നല്ല സംഭവമാണോ? സംഭവമാണ്. ഞാൻ എല്ലാ സിനിമകളിലും മുണ്ടുപൊക്കി കാണിച്ചിട്ടുണ്ട്, ഇനിയും കാണിക്കും. അതിൽ ആരോഗ്യം ഇനിയും എനിക്കുണ്ട്. നിനക്ക് കാണിച്ചു തരണം. വേണ്ട വേണ്ട ഉണ്ണി സാർ. അതായത് ഉണ്ണി സാർ നമ്മളോട് പറയുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും അദ്ദേഹം തുണി പൊക്കി കാണിച്ചിട്ടുണ്ട്, ഇനിയും അദ്ദേഹം തുണി പൊക്കി കാണിക്കുക എന്നാണ്. ഉറപ്പായിട്ടും അദ്ദേഹം കാണിക്കണം. നമ്മൾ ടച്ചിങ്സ് മീഡിയയുടെ എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഉണ്ണി സാറിന് ഉണ്ടായിരിക്കുന്നതാണ്. താങ്കളുടെ സിനിമകളിലെ പോലെ ഇനിയും തുണി പൊക്കി കാണിക്കണം എന്നാണ് നമ്മളുടെ പ്രേക്ഷകരുടെയും പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. കളിയാക്കല്ലേ? അല്ലല്ല ഉണ്ണി സാർ, നമ്മള് ഇൻസ്റ്റാഗ്രാമില്, ഫേസ്ബുക്ക്, വാട്സപ്പ്, സകല സോഷ്യൽ മീഡിയ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. പുതിയൊരു സപ്പോർട്ട്, നിന്റെ സപ്പോർട്ട് എനിക്ക് ആവശ്യമില്ല. എന്റെ ഇമേജ് വെച്ച് കളിക്കല്ലേ? ഓക്കെ സാർ, ഓക്കെ ഉണ്ണി സാർ. നമ്മളപ്പോ നമ്മുടെ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോകാം. താങ്കളുടെ ആദ്യ ചിത്രം, അതായത് ഓടും കുതിര ചാടും കുതിര. വെള്ളം കൊണ്ടാ നിൽക്കും കുതിര, ഫുള്ള് പറയാം. തീർച്ചയായിട്ടും ഓടും കുതിര ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന ചിത്രത്തിൽ താങ്കൾ വിഗ് വെച്ചാണ് അഭിനയിച്ചത്. മീശയും വെപ്പായിരുന്നു. താങ്കൾക്ക് രോമം വളരാത്ത ഒരു അസുഖമുണ്ട് എന്നൊരു കിംവദന്തി പൊതുവെ സംസാരിക്കാറുണ്ട് ആൾക്കാർ. അതിലെത്രത്തോളം സത്യമുണ്ട്? നമ്മളെ ആരാധകർക്കൊക്കെ ഒന്ന് അറിയാനൊരു താല്പര്യമുണ്ട്. എന്താ സാർ? മൈക്ക് ഓഫ് ആക്ക്, പറയാം സാർ. കേൾക്കുന്നില്ല. ക്യാമറ ഓഫ് ആക്കടോ, പറ. ക്യാമറ ഓഫ്. അതിന്റെ മൈക്ക് പോയല്ലോ. എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? എൻ്റെ കൂടെ വന്ന് നടന്മാരൊക്കെ ഓർമ്മപ്പൂക്കളായി നിൽക്കുമ്പോൾ ഞാൻ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലും സിനിമയിലൊക്കെ തുടങ്ങി നിൽക്കുമ്പോൾ നിനക്ക് ഇഷ്ടമാവുന്നില്ല. ഈ പ്രായത്തിലും കുതിരേനെ തടവേ കൈകളാണിത്. നിന്നെ തടവി നിന്റെ നടു അങ്ങോട്ട് ഒടിച്ചേരട്ടാ. പോടാ പോ. എന്താ ക്യാമറമാരൊക്കെ നോക്കി നിൽക്കുന്നു? ഓഫ് ആക്കിയിട്ട് പോകാനായിട്ട്. പോടാ. Marimayam